أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين آمنوا بالله ورسوله وإذا كانوا معه على أمر جامع لم يذهبوا حتى يستأذنوا إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فإذن لمن شئت منهم واستغفر لهم الله إن الله غفور رحيم. തജ്വീദ് ഒരാൾ പറഞ്ഞോളി. ഇന്നമൽ മുഅ്മിനൂന എന്താ ചെയ്യേണ്ടത്? വേഗം വേഗം പറഞ്ഞോളി, ഇപ്പം ടൈമായി. ആദ്യത്തെ ഹംസ ഖാത്തിൻ്റെ ഹംസയാണ്, നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. അൽ മുഅ്മിനൂന എന്നുള്ളടത്തോ വസിലിൻ്റെ ഹംസയാണ്, കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇന്നമാ നീട്ടാനുള്ള ഒരു അലിഫുണ്ട്, അതും കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ ഓതേണ്ടത് ഇന്നമൽ മുഅ്മിനൂന, ഇന്ന മണിക്കണം, പിന്നെ മാ കഴിഞ്ഞിട്ട് ലാമിലേക്ക് ഒറ്റ ചാട്ടം, ബാക്കിയൊന്നും ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ നൂന്നൊക്കെ ഉള്ളത് രണ്ട് കതിറാണ്. അല്ലദീന അവിടെയും അതേപോലെ തന്നെ കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. ആമനൂ ബില്ലാഹി വറസൂലി അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനിയില്ല എങ്കിൽ വറസൂലിഹി രണ്ട് കതിറേ നീട്ടാവൂ. പിന്നെ അതിൻ്റെ പേര് മദ്ദുസിലത്തി സുഗ്റ എന്നാണ്. വഇദാ കാനൂ മഅഹു അവിടെയും അതേപോലെ തന്നെ മഅഹു മദ്ദുസിലത്തി സുഗ്റ രണ്ട് കതിർ. അലാ അവിടെ എന്ത് ചെയ്യണം? മദ് മുംഫസിലാണ്, 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. അലാ അംറിൻ ജാമിഇൻ, ആ അംറിൻ എന്നുള്ള കസ്ർ തൻവീൻ എന്ത് ചെയ്യണം? യഖ്ഫാ ചെയ്യണം. പിന്നെ ജാമിഇൻ എന്നുള്ള കസ്ർ തൻവീനിനെ ഇദ്ഗാം ചെയ്യണം, പക്ഷെ എന്തുണ്ടാവില്ല? ഉന്നത്തുണ്ടാവില്ല. അപ്പം എങ്ങനെ ഓതണം? ജാമിഇല്ലം. പിന്നെ ലം യദ്ഹബു, ആ മീമിനെ ഇദ്ഹാർ ചെയ്താൽ മതി. യദ്ഹബു ഹത്താ യസ്തഇദിനൂ. നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഓതണം? ഹത്താ യസ്തഇദിനൂ. ഇനി സ്റ്റോപ്പ് ചെയ്യണില്ല എങ്കിലോ ഹത്താ യസ്തഇദിനൂഹു ഇന്നല്ലദീന എന്ന രണ്ട് കതിരേ നീട്ടാവൂ, സ്റ്റോപ്പ് ചെയ്യണില്ലെങ്കിൽ. പിന്നെ യസ്തഇദിനൂനക ഉലൈക അവിടെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. ഉലായിക്ക എന്നുള്ള വാവിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ഉലൈകല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലി അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് കതിരേ നീട്ടാവൂ. പിന്നെ ഫ കഴിഞ്ഞിട്ട് ഇ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, അത് നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഫഇദസ്തഇദനൂക അവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്? ദാ കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ട്, പിന്നെ വേറൊരു വസിലിൻ്റെ അംശം ഉണ്ട്. രണ്ടിനും എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ ഓതേണ്ടത് ഫഇദസ്തഇദനൂക. പിന്നെ ലിബഅദി ശൈനിഹിം, ഫഇദൻ ആ അംസ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കണം. ഫഇദൻ ലിമൻ ശിഅത അവിടെ ദൻ എന്നുള്ള സാക്കിനായ നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, പക്ഷെ എന്തുണ്ടാവില്ല? ഉന്നത്തുണ്ടാവില്ല. ലിമൻ ശിഅത ആ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. മിൻഹും ആ നൂനിനെ ഇൽഹാർ ചെയ്യണം. വസ്തഗ്ഫിർ ലഹുമുല്ലാഹ് നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ വസ്തഗ്ഫിർ ലഹുമുല്ലാഹ് നീട്ടിയിട്ട് ഉച്ചരിക്കണം. ഇനി ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? വസ്തഗ്ഫിർ ലഹുമുല്ലാഹ ഇന്നല്ലാഹ രണ്ടേ നീട്ടാവും. പിന്നെ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം ആ ഗഫൂറിനുള്ള
ലമ്മ് തൻവീനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യും. പക്ഷെ എന്തില്ല, ഇദ്ഗാം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇദ്ഗാം ചെയ്യണം. ഉന്നത്ത് പിന്നെ ഇതില്ല. ഒരു ലമ്മ് ഉച്ചരിക്കാൻ, രണ്ടാമത്തെ ഉച്ചരിക്കണ്ടെന്നർത്ഥം. ആയത്തെല്ലാവരും കൂടി ഒന്ന് ഓതിവെക്കാൻ. അഊദു ബില്ലാഹ്. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു പോയത് വിവരിക്കാനുള്ളത് ഖദാലിക്ക ആ ആയത്തിൻ്റെ മുമ്പുള്ള ആയത്തിൻ്റെ അവസാന ഭാഗമാണ്. നമ്മൾക്ക് വിശദീകരിക്കില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഖദാലിക്ക അപ്രകാരം, യുബയ്യിനുല്ലാഹു ലക്കും. എന്താ യുബയ്യിനു? വ്യക്തമാക്കി തരുന്നു, വിശദീകരിച്ചു തരുന്നു. അള്ളാഹു താല വിശദീകരിച്ചു തരുന്നു. ലക്കും നിങ്ങൾക്ക്, അൽ ആയാത്തി ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ വിശദീകരിച്ചു തരുന്നു. ലഅല്ലക്കും തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല ആയത്തുകളെ വിശദീകരിച്ചു തരും. എന്തിനാപ്പം ആ ആയത്ത്? ഇതിൻ്റെ ആ ആയത്തിലുള്ള ഇതെന്താ? മുടന്തനാവട്ടെ രോഗിയാവട്ടെ പരസ്പരം തിന്നുന്നതിലോ പിന്നെ ഇന്ന വീട്ടുകളിൽ വെച്ചൊക്കെ ഇന്ന ആളുകളുടെ വീട്ടിൽ വെച്ചൊക്കെ തിന്നുന്നത് കൊണ്ട് വിരോധമില്ല എന്ന ആ അഹ്കാമ് വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് കദാലിക്, ഇவ்விதം. യുബയ്യിനുല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. ഇവിടെ കാര്യങ്ങൾ അള്ളാഹു വിശദീകരിച്ചു തരാഞ്ഞിട്ടല്ല പ്രശ്നം, മറിച്ച് പ്രശ്നം എന്താണ്? ആളുകൾ നിയമങ്ങൾ പാലിക്കാത്തത് എന്തുകൊണ്ടാ? മനുഷ്യൻ ചിന്ത അക്കല് കൊടുക്കാനിട്ടാണ്. ശരിയായ അക്കലുള്ള ഒരാളാണെങ്കിൽ അവൻ നിയമങ്ങൾ പാലിക്കും എന്നുള്ളതാ അല്ലേ? ഒരു കവി ഭാഷയിൽ ഇങ്ങനെ കാണാം, സുൽ അഖ്ലി യഷ്കാ ഫിന്നഈമി ബിഅഖ്ലിഹി വഅഖുൽ ജഹാലത്തി ഫിശ്ശകാവത്തി യൻഅമുന. എന്താ ആശയം? ദുൽ അഖ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയുള്ളവൻ. ദു എന്ന് പറഞ്ഞാൽ ഉള്ളവൻ, ദുൽ അഖ്ൽ ബുദ്ധിയുള്ളവൻ. ദുൽ അഖ്ലി യഷ്കാ അവൻ പ്രയാസം അനുഭവിക്കുന്നു. ബിഅഖ്ലിഹി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ബുദ്ധി കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നു. എന്നാൽ വഅഖുൽ ജഹാല ബുദ്ധിയില്ലാത്ത നാക്കാലികളെപ്പോലുള്ള ആളുകൾ അവർ അവരുടെ ജീവിതത്തിൽ നല്ല സുഖമായി ജീവിക്കുന്നു. അപ്പോൾ ലോകത്തെ മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനിട്ടല്ല, എ മുതൽ സെറ്റ് വരെ നമ്മൾ നിസാരം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വിവരിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ അത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്നതാണ് ഈ ആയത്ത് ലഅല്ലക്കും തഅഖിലൂൻ എന്ന് നമ്മെ പഠിപ്പിക്കാനുള്ള കാരണം. അപ്പം നോക്കി നിങ്ങൾ, ഈ ആയത്ത് മഹത്തായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകേണ്ടത്. എന്താണത്? നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ജഹാലത്തിൻ്റെ ഇരുട്ടുകൾ അവിടെ ഉണ്ട്. അതൊക്കെ ഇന്നത് ജഹാലത്താണ്, ഇന്നതാണ് ശരിയായ റൂട്ട്, ഇന്നതാണ് സത്യം, അതിനുള്ള തെളിവുകളും ഹുജജുകളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ പിന്നെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യണില്ല? ആയത്തുകളെ പറ്റി ചിന്തിക്കുന്നു. അപ്പൊ എന്ത് ഈ ആയാത്ത് എന്ന് പറയുന്നത്?
ആയാത്ത് എന്തൊക്കെ രൂപത്തിലുള്ള ആയത്തുണ്ട്? യുബയ്യിനുല്ലാഹു ലക്കും, എന്താണ് ആയത്ത്? അൽ ആയാത്ത് എന്ന് പറഞ്ഞില്ലേ, ഒരായത്താണോ? എന്തിനാ അത് ബഹുവചനമായി അള്ളാഹു ഉപയോഗിച്ചത്? പിന്നെ ആയാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, വേദഗ്രന്ഥമൊന്നും കിട്ടാത്തൊരാൾക്കും ആയത്തുണ്ട് ഇവിടെ, ഇല്ലേ? ഖുർആനൊന്നും പഠിച്ചിട്ടില്ല, ഹദീസൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ സന്ദേശം എത്തിയിട്ടില്ല, ഓനും ആയത്തുണ്ട് ഇവിടെ. അതാണ് ആയാത്തുൻ കൗനിയ എന്ന് പറയുന്നത്. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ. എന്താ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തം പറയുന്നത്? മേലോട്ട് നോക്കിയാൽ കാണുന്ന ആകാശം, താഴോട്ട് നോക്കിയാൽ കാണുന്ന ഭൂമി, അല്ലേ? ഈ ഭൂമിയിലെ കോടാനുകോടി ചരാചരങ്ങൾ, മലകളും പിന്നെ പർവ്വതങ്ങളും അങ്ങനെ തുടങ്ങി ആറുകളും നദികളും സമുദ്രങ്ങളും തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അത് നമുക്ക് മുമ്പിൽ അല്ലാഹു തആല വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതേപോലെ വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥങ്ങളിലൂടെ ശർഈയായ ആയത്തുകൾ, നിയമങ്ങളും അല്ലാഹു തആല വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇന്നന്റെ നിയമം ഇങ്ങനെയാണ്, ഇന്നതാണ്, അത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നൊക്കെ അല്ലാഹു തആല വേദഗ്രന്ഥങ്ങളിലൂടെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിനും ആയാത്ത് എന്ന് പറയും. പിന്നെ ജീവിതത്തിലെ സംഭവങ്ങൾ ആയത്തുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു സംഭവം ഇങ്ങനെ ഉണ്ടാണ് കാണാം. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ജനനം മുതൽ ഇന്നേ വരെ നിങ്ങൾ വന്ന ഇപ്പം നിങ്ങൾ ഇരിക്കണ ഇതുവരെ എന്തൊക്കെ പ്രയാസത്തിലൂടെയാണ് നിങ്ങളിങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് സുഖം വരും എന്ന് വിചാരിക്കും. പക്ഷേ യഥാർത്ഥ സൗഖ്യം ഇവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെ മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ആ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ലഖദ് ഖലഖനൽ ഇൻസാന എന്താണ് ഫീ കബദ്, അല്ലേ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിനോട് ഇങ്ങനെ മല്ലടിക്കുന്ന രൂപത്തിലാണ് മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ്. അപ്പൊ പ്രയാസം എന്ന് പറയുന്നത് ഇവിടെ തീരാൻ പോണില്ല. ആലോചിച്ച് നോക്കൂ, ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് അന്ധകാരങ്ങൾ, അല്ലേ? ഒരുപാട് പ്രയാസങ്ങൾ. പിന്നെ പുറത്തേക്ക് വരുമ്പം ഒരുപാട് പ്രയാസങ്ങൾ, വളർന്നു വരുമ്പോൾ അതും പ്രയാസങ്ങൾ. ഇനി അല്പമൊക്കെ പ്രായമായി പിന്നെ ഒരു 10, 15, 20 വയസ്സാകുമ്പോൾ അവിടെയും പ്രയാസങ്ങൾ. വിവാഹം കഴിക്കുമ്പോൾ അതും പ്രയാസം. ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിക്കുമ്പോൾ ഇങ്ങനെ അവൻ്റെ ജോലി കാര്യങ്ങൾ, വീട് കാര്യം ഇങ്ങനെ തുടങ്ങുന്ന മരണം വരെ ഒന്നിനോടിങ്ങനെ മല്ലടിച്ചുകൊണ്ടാണ് മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ട്? ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. എന്താണ് ആ സംഭവങ്ങൾ? പരീക്ഷണങ്ങൾ, അല്ലേ? ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ എന്തിൽപ്പെടും? ആയാത്ത് എന്ന ആ ദൃഷ്ടാന്തങ്ങളിൽ പെടും. ആലോചിക്കുക, നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം തന്നെ എന്തൊക്കെ പരീക്ഷണ ഇപ്പം നമ്മളെ മുമ്പിലുള്ളത്? എന്തൊക്കെയുള്ളത് ആലോചിച്ച് നോക്കൂ. ഒരുപാട് കെടുതികൾ, അല്ലേ? മറ്റൊരു ജോലിയില്ലാത്ത പ്രയാസങ്ങൾ, അല്ലേ? ഇത്ര ആളുകളാണ്. അപ്പം നമ്മളൊക്കെ സുഖസുന്ദരായി ജമ്മിയിൽ ജോലി ചെയ്യണോണ്ട് സുഖസുന്ദരായി ജോലി ചെയ്യണം. പലർക്കൊന്നും ജോലിയില്ല. ചിലവരോടൊക്കെ നാട്ടിൽ പോകാൻ പറയാണ്, ചിലവർ കുറച്ചാലും വീട്ടിലിരിക്കാൻ പറയാണ്, അല്ലെങ്കിൽ മാസത്തിൻ്റെ പകുതി ഭാഗം ജോലി ചെയ്യണോ, പകുതി ഭാഗം ചെയ്യാത്തൊരു. ഇങ്ങനെ നിങ്ങളിങ്ങനെ മനസ്സ് തുറന്നു നോക്കി, അല്ലേ? അപ്പം ഈ രൂപത്തിലുള്ള ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു പരീക്ഷണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന. അപ്പം അതൊക്കെ എന്തിൽ പെട്ടതാണ്? ആയാത്ത്, സംഭവങ്ങൾ ഒരു ദൃഷ്ടാന്തമാണ്. അപ്പം എന്തിനാ ഈ ദൃഷ്ടാന്തം? എന്തിനാ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്? ആയത്ത് എന്ന് പറയുന്നത് എന്തിനാ? ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ നമ്മൾ അടയാളം വെക്കണത്? അടയാളം വെക്കണത് എന്തിനാ? പറഞ്ഞോളി, എന്തിനാ അടയാളം വെക്കണത്? ആ അടയാളം നോക്കി പോവാനാ. അടയാളം നോക്കി പോവാനാണ്, അല്ലേ? ഇപ്പം റോഡൊക്കെ പണി ഉണ്ടാകുമ്പോൾ അവിടെ ഇങ്ങനെ ഇത് വെക്കണുണ്ടല്ലേ, നിങ്ങൾ ഇത് വെക്കണുണ്ടല്ലേ? എന്തിനാ? അതിലെ പോവരുത്, ഇതിലെ പോകണം. അടയാളം നോക്കി പോവാനാണ്. അതാണ് ആയത്ത് എന്ന് ശരിക്ക് പറയണത്. ഇതേപോലെ ദുനിയാവിൽ ഒരുപാട് ആയത്തുകളുണ്ട്. അതിൽപ്പെട്ടാണ് പരീക്ഷണം. ആ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ എങ്ങോട്ട് പോകണം?
അള്ളാന്റെ അടുത്തേക്ക് പോകണം. അതാണ് തഅക്കുൽ എന്ന് പറയുന്നത്. ഏതൊരു സംഗതിയിലൂടെയും അള്ളാഹുവിന്റെ അടുക്കൽ എത്താനുള്ള ഇതിനാണ്, അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, തഅക്കുൽ. അതുകൊണ്ട് അവസാനം ആയത്ത് അവസാനിപ്പിക്കുന്നത് ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം, ആ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കണം, സത്യം തിരിച്ചറിയണം. ഇതാണ്, അതിനാണ് അല്ലാഹു തആല നമുക്ക് അഖിൽ തന്നിട്ടുള്ളത്. ഇനി ഒരു ഉദാഹരണം നോക്കി നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് പഠിക്കാനുള്ള എല്ലാ പാഠപുസ്തകവും നൽകി. ആ പാഠപുസ്തകത്തിൽ എല്ലാ കാര്യമുണ്ട്. അത് വിശദീകരിച്ചു കൊടുക്കാനുള്ള ഒരു അധ്യാപകനും നൽകി. പക്ഷേ ആ കുട്ടി അവൻ്റെ അനാസ്ഥ കാരണം ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൻ പരീക്ഷയിൽ തോൽക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് തോൽക്കുന്നത്? അവനതിനെപ്പറ്റി ചിന്തിച്ചില്ല, അവനതിനെപ്പറ്റി തഅക്കുൽ ചെയ്തില്ല, പഠിച്ചില്ല. അതുകൊണ്ടാണ് അവൻ പരാജയപ്പെടുന്നത്. ഇതേപോലെ തന്നെയാണ് മനുഷ്യന്റെ ദുന്യവിയായ ജീവിതം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകളെ കൊണ്ടാണ് ദുനിയാവ് നിറച്ചു വെച്ചിട്ടുള്ളത്. വെറും ഖുർആനിന്റെ ആയത്തുകൾ മാത്രമല്ല, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ മാത്രമല്ല, ഈ നമ്മളിങ്ങനെ അനുഭവിക്കണ ഓരോരോ പ്രയാസങ്ങളും അതൊക്കെ ആയത്തുകൾപ്പെട്ടതാണ്. അപ്പൊ അതിലൂടെയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് എത്താനാണ് എന്ത് പറയണത്, യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്തി ലഅല്ലക്കും തഅഖിലൂൻ എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി ആലോചിച്ച് നോക്കി നിങ്ങൾ. രാപ്പകലുകൾ ഇങ്ങനെ മാറണം അല്ലേ? ഓരോന്നിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും. നമുക്ക് ആരോഗ്യം ഉണ്ടാവും, പിന്നെ രോഗം ഉണ്ടാവും. ഒരിക്കൽ സമ്പത്തുണ്ടാവും, പിന്നെ ദരിദ്രനാവും. ഒരിക്കൽ ദരിദ്രനാവും, പിന്നെ സമ്പത്തുണ്ടാവും അല്ലേ? കുറെ ആൾ ഇവിടെ ഇങ്ങനെ ജനിക്കും, കുറെ ആളുകൾ ഇങ്ങനെ മരിക്കും. പക്ഷേ ഈ ഒരു സംഗതിയെ പറ്റി, ഈ ഒരു പ്രതിഭാസത്തെ പറ്റി നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ടോ അല്ലേ? പൈസ ഉണ്ടാകുമ്പം പൈസ ഇല്ല, ദരിദ്രൻ എന്ന് പറയുമെന്നല്ലാതെ പണം ഉണ്ടാകുമ്പം ആ ദാരിദ്ര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ? ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെടുമ്പോൾ ഞാനും പിന്നെ അതിലൂടെ പോവാനുള്ളതാണ് എന്ന് നമ്മളെ ചിന്തയിലേക്ക് വരാറില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ ലോകം എന്ന് പറയുന്നത് ആയത്തുകളെ കൊണ്ടുള്ള തുറന്ന ഒരു പുസ്തകമാണ് ഈ പ്രപഞ്ചം എന്ന് പറയും. ഏത് കാര്യം എടുത്തു നോക്കിയാലും ഒരു തുറന്ന പുസ്തകമാണ്, ആയാത്തുകളുടെ തുറന്ന പുസ്തകമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅല്ലക്കും തഅഖിലൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഖുർആനിന്റെ ശൈലിയും അതാണ്. ഖുർആനിന്റെ ശൈലി എന്താ? ഒരുപാട് പ്രവാചകന്മാരുടെ കഥകള്, സംഭവങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ അല്ലേ? മഹാനായ ഇബ്രാഹിം നബിയുടെ സംഭവം പറയുന്നുണ്ട് അല്ലേ? ഇബ്രാഹിം നബി പിന്നെ ആദ്യം എന്തേ കണ്ടേ? നക്ഷത്രത്തെ ആരാധിക്കണം. പിന്നെ നക്ഷത്രം അസ്തമിച്ചപ്പം അത് ആരാധിക്കാൻ പറ്റൂല. ചന്ദ്രനെ കണ്ടു, ചന്ദ്രൻ അസ്തമിക്കുന്നു, അപ്പൊ അസ്തമിക്കണം, അതിനും ആരാധിക്കാൻ പറ്റൂല. സൂര്യനെ കണ്ടു, സൂര്യനും മറഞ്ഞു പോകുന്നു, അതിനും ആരാധിക്കാൻ പറ്റൂല. അപ്പൊ എങ്ങനെയാണ് ഇബ്രാഹിം നബി ഓരോരോ ഇത് കാണുമ്പോഴും അതിനാരാധിക്കാൻ പറ്റൂല, ദിനാരാധിക്കാൻ പറ്റൂല, ദിനാരാധിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ലഅല്ലക്കും തഅഖിലൂൻ. ആ ഇബ്രാഹിം നബിയുടെ ബുദ്ധി ഉപയോഗിച്ച്, അതുകൊണ്ട് ആ ആയത്ത് അതേ പ്രകാരം നമുക്കിങ്ങനെ വിവരിച്ചിരുന്നത്. ഈ മഹാനായ ഇബ്രാഹിം നബി ചിന്തിച്ചതുപോലെ നമ്മളും അഖിൽ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തുകളൊക്കെ നമ്മെ പഠിപ്പിക്കണം. അപ്പൊ തഅക്കുൽ വേണം. എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നക്ഷത്രങ്ങളെ നോക്കിയിട്ട് അതിനെ ആരാധിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്? അതേപോലെ തന്നെ ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും പറഞ്ഞില്ല എൻ്റെ വാപ്പപ്പമാരൊക്കെ ആരാധിച്ചതാണ് അതുകൊണ്ട് ഞാനും ആരാധിച്ചു എന്നല്ല പറഞ്ഞത്. മറിച്ച് അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ബുദ്ധി ഉപയോഗിക്കുകയാണ്. മഹാനായ മൂസ അലൈഹിസ്സലാം ഫിർഔനും തമ്മിലുള്ള സംഭവം ഒക്കെ നമുക്കറിയാം അല്ലേ? ഒക്കെ ദൃഷ്ടാന്തങ്ങളാണ്. എന്താണ്? വടി, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടിയിട്ടു, പാമ്പായി അല്ലേ? ഫിർഔനും വടിയിട്ടു, എന്തായി? അതൊരു ജാലവിദ്യയുടെ വടിയാണ്. കടൽ പിളർന്നു, രണ്ടായി. പിന്നെ ഇങ്ങനെ വേറെ കുറെ തൂഫാനും ജറാദും ഇങ്ങനെയുള്ള കുറെ തെളിവുകൾ ഇതൊക്കെ അവർക്ക് മുമ്പിൽ കൊടുത്തിട്ടും അതൊക്കെ അവരുടെ ബുദ്ധി കൊടുത്ത് ഫിർഔനും സൈന്യവും ചിന്തിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ എന്തുണ്ടാവില്ല?
അവർക്ക് നാശം ഏറ്റുവാങ്ങേണ്ടി വരില്ല. അപ്പം എന്തുകൊണ്ട് അതുണ്ടായി? ലഅല്ലക്കും തഅഖിലൂൻ എന്ന് പറഞ്ഞത് ഇല്ലാതെ പോയതാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. അപ്പോൾ നമുക്ക് മുമ്പിൽ ഈ ആയത്തുകളൊക്കെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലെയാണ്. ആ റോഡിൻ്റെ അരികിൽ ഇങ്ങനെ ഒരുപാട് വിളക്ക് എത്തിച്ചുണ്ട്, കണ്ടില്ല നിങ്ങൾ? എന്തിനാണത്? എന്തിനാണ്? നമുക്ക് വഴി കാണിച്ചു തരാം. പക്ഷെ ഞാൻ പോകുമ്പോൾ എൻ്റെ 2 കണ്ണോട് പൊത്തി എനിക്ക് വഴിയൊന്നും കാണണ്ട എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അതാണില്ല അല്ലക്കും തഅഖിലൂൻ. ആ അഖില് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇതാണ് മക്കാ മുശ്രിക്കുകളുടെ കാലഘട്ടത്തൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ബാധ്യതയുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. ഏതൊരു കാര്യം കാണുമ്പോഴും അത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാവട്ടെ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാവട്ടെ, നമ്മുടെ നിത്യജീവിതത്തിലൂടെ മാറി വരുന്ന ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളാവട്ടെ, അതിനെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഏറ്റവും വലിയ തെളിവ് എന്നുള്ള. അപ്പോൾ ആദ്യം നമ്മൾ ഫിക്ർ, നമ്മുടെ ചിന്ത പ്രവർത്തിപ്പിക്കണം. അതുകൊണ്ടാണ് ഖുർആനിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും എന്തിനാ അതിങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ ഖുർആൻ ഈ ആകാശം ഭൂമിയും ആകാശം ഭൂമിയും ആകാശം ഭൂമി ഇങ്ങനെ പറയുന്നത്? ഒരിക്കൽ പറഞ്ഞാൽ പോരെ? ഇല്ല, 1300-ലധികം ആയത്തുകൾ ഇത്തരത്തിലുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്താ? അതിനെപ്പറ്റി ചിന്തിക്കാനാണ്, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാനാണ്. അപ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ ഹിദായത്ത് ലഭിക്കൂ ഒന്നാണ്. അപ്പം അത് നമ്മെ പഠിപ്പിന് ഖുർആൻ വെറുതെ ഇങ്ങനെ പാരായണം ചെയ്യാനുള്ളത് മാത്രമല്ല. പാരായണം ചെയ്താൽ കൂലി കിട്ടും. മറിച്ച് ആ പാരായണം ചെയ്യുന്ന ആയത്തുകളെപ്പറ്റി തഫക്കുർ ചെയ്യുകയും തദബ്ബുർ ചെയ്യുകയും തഅമ്മുൽ ചെയ്യുകയും നമ്മുടെ ബാധ്യതയാണ് എന്നതാണ് കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തഅഖിലൂൻ എന്ന് പറയുന്നത്. അല്ലേ? ഓരോ ദിവസവും നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ എത്ര ആയത്തുകളാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല, പലപ്പോഴും നമ്മൾ അവഗണിക്കാറിൽ ആണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും മാനദണ്ഡമാണ് യഥാർത്ഥത്തിൽ എന്ത്? അഖില് ഉപയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ ഖുർആൻ കദാലിക്, അവിധം, യുബയ്യിനുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു, അൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങളെ, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ വേണ്ടി, തഅഖുൽ ചെയ്യാൻ വേണ്ടി, അത് പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ജനാദൻ്റെ പിന്നാലെ ഇങ്ങനെ പോകും, അല്ലേ? ആ ജനാദൻ്റെ പിന്നാലെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും ആ പോകുന്ന ആള് എത്രയും ധൃതി കൂട്ടി തിരിച്ചു പോരുക എന്നല്ലാതെ ഞാനും ആ ഖബറിലേക്ക് പോവാനുള്ളതാണ് എന്ന ഒരു ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടല്ലാത്തത്? യഥാർത്ഥത്തിൽ ഈ ജനാദയെപ്പറ്റി നമ്മൾ തഅഖുലില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പം എന്തിനാപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞത്? എ മുതൽ സെറ്റ് വരെ ഓരോ ദിവസവും നേരം പുലർന്ന നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചയും നമുക്ക് വലിയ സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം തന്നെയാണ് ആയത്തുകൾ എന്ന് പറഞ്ഞതിലുള്ള ആ ഉദ്ദേശം എന്നുള്ളതാണ്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തഅഖിലൂൻ. അത് മതി, സമയം കുറച്ചില്ലെന്ന് അല്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. പിന്നെ 8-ാം തീയതി ഷബീർ ഇവിടെ അല്ലേ? 8-ാം തീയതിയാണ് നമ്മളെ QHLC